മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ ഹോമോജീനിയസ് റോഡ് ഓഫ് കണ്ടക്ടിംഗ് മെറ്റീരിയൽ ഓഫ് ലെങ്ത് L has its ends kept at zero temperature and the temperature initially is U of x0 is equal to f of x. Find the temperature U of xt at any time. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലെ ഹീറ്റ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് U of x കണ്ടുപിടിക്കും. ആദ്യം നമുക്ക് ഹീറ്റ് ഇക്വേഷൻ എഴുതാം. എന്താണ് ഹീറ്റ് ഇക്വേഷൻ? ഡോ യു ബൈ ഡോ ടി. എന്താണ് ഹീറ്റ് ഇക്വേഷൻ? ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഹീറ്റ് ഇക്വേഷൻ. ഇനി ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഇതാ. ബൗണ്ടറി കണ്ടീഷൻസ് ആർ conditions of heat equation are ഏതൊക്കെയാണത്? U0T initial and final point temperature 0 ആയിരിക്കും. U0T is equal to 0 degree Celsius with the equation 1. U of LT is equal to 0 degree Celsius equation 2. Both ends kept it as 0 degree temperature. ഇനി നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് U of x0 is equal to f of x. അതിന് നമ്മൾ 3 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹീറ്റ് ഇക്വേഷന്റെ സൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. സൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. എന്താണ് സൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ? Heat equation U of xt is equal to suitable solution of heat equation നമ്മൾ എഴുതണം. suitable solution of heat equation എന്ന് പറഞ്ഞാൽ C1 cos px plus C2 sin px into e raised to minus p square c square t. e raised to minus p square c square t. നമ്മൾ ഇക്വേഷൻ എഴുതാം, ബൗണ്ടറി കണ്ടീഷൻ എഴുതാം, ഇനിഷ്യൽ കണ്ടീഷൻ എഴുതാം, സൂട്ടബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എഴുതാം. ഇതിനൊക്കെ നമുക്ക് മാർക്കുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എഴുതണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കണ്ടീഷൻ ബൗണ്ടറി കണ്ടീഷൻ U0T ഈ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് A എന്ന് പേര് കൊടുക്കാം. A നമ്മൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാച്ചാണ്. applying 1 in A. ഒന്ന് എയിൽ അപ്ലൈ. അപ്പോ ഒന്നെന്താണ്? U0T equal to 0 ഡിഗ്രി. അപ്പൊ 0 is equal to റൈറ്റ് ഹാൻഡ് സൈഡിലെ x കാണോട് 0 എടുക്കും. അപ്പൊ C1 cos 0 എത്രയാണ്? C1 പ്ലസ് അടുത്ത sin 0 എന്താണ്? 0 ആണ്. ഇവിടെ 0 ഉണ്ട്. ബാക്കി എന്താണ് നമുക്ക് കിട്ടുന്നത്? e raised to minus p square c square t. അപ്പോൾ 0 is equal to C1 into e raised to minus p square c square t. 0 is equal to C1 into e raised to minus p square c square t. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. ഒന്നെങ്കിൽ C1 0 ആയിരിക്കാം, അല്ലെങ്കിൽ e raised to minus p square c square t 0 ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ടൈം 0 ആയിരിക്കും. ഒന്നെങ്കിൽ C1 0 ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈം 0 ആവാം. കാരണം A into B 0 ആണെങ്കിൽ either A equal to 0 or B equal to 0. ഇവിടെ നമുക്ക് e raised to minus p square c square t ഒരിക്കലും 0 ആവില്ല. കാരണം t യുടെ വാല്യൂ 0 ആക്കിയാൽ e raised to 0 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 ആയിട്ട് വരും. അപ്പോൾ ഇത് ഒരിക്കലും 0 ആവില്ല. ക്ലിയർലി C1 equal to 0. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C1 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ A reduces to ഇക്വേഷൻ എയിലെ C1 എന്നുള്ള 0 കൊടുത്താൽ U of xt നമുക്ക് എന്ത് കിട്ടും? U of xt is equal to C2 sin px e raised to minus p square c square t. ഇതിന് b എന്ന് പേര് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോസ്റ്റ് സൂട്ടബിൾ സൊല്യൂഷനിലെ C1 എലിമിനേറ്റഡ് ആയി. C1 ഇല്ല. C2 sin px e raised to minus p square c square t. ഇനി നമ്മൾ അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അടുത്ത കണ്ടീഷൻ, അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ 2 in P. രണ്ടാമത്തെ ഇക്വേഷൻ ബിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? ULT 0 ആണ്. അപ്പോൾ 0 is equal to C2
സൈൻ പി ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എൽ കൊടുക്കുക ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി എക്സിന് വരെ എൽ കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ C2 0 ആവണം, അല്ലെങ്കിൽ സൈൻ പി എൽ 0 ആവണം, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി 0 ആവണം. ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ടി ഒരിക്കലും 0 ആവില്ല. കാരണം അതിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ വീണ്ടും 1 ആയിട്ട് വരില്ല. അത് 0 ആവില്ല. C2 ഒരിക്കലും 0 ആവാൻ പറ്റില്ല. C2 0 എന്താ സംഭവിക്കുക? നമ്മുടെ ബി എന്നുള്ള ഇക്വേഷൻ തന്നെ എലിമിനേറ്റ് ആയിരിക്കും കേട്ടോ. C2 ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ തന്നെ ഇല്ലാണ്ടായിരിക്കും. പിന്നെ 0 ആവാൻ സാധ്യത ഏതിനാണ്? സൈൻ പി എൽ ആണ്. അപ്പൊ സൈൻ പി എൽ is equal to 0. That is equal to general ആയിട്ട് എഴുതുമ്പോൾ sin n pi. Therefore PL is equal to n pi. Therefore P is equal to n pi by L. അപ്പൊ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോ P യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? n pi by L കിട്ടി. ആ n pi by L നമ്മൾ B യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ B എങ്ങനെ വരും? u of xt is equal to c2 sin P ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? n pi by L x e raised to minus n square pi square by L square c square t. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഈ ഇക്വേഷൻ കിട്ടുന്നത് u of xt is equal to നമ്മൾ p ക്ക് പകരം n pi by L കൊടുത്തു. p എന്നുള്ള വാല്യൂസ് n pi by L കൊടുത്തപ്പോൾ c2 into sin n pi by L into x e raised to minus n square pi square by L square c square t എന്ന് ആൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതിയിട്ട് വേണം മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ u of xt is equal to most general solution will be u of xt is equal to sigma n equal to 0 to infinity bn. ഈ c2 ന് bn എഴുതാ bn sin n pi by L into x e raised to minus n square pi square by L square c square t. ഇതിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? c എന്ന് പേര് കൊടുക്കുക. c എന്ന് പേര് കൊടുക്കുക. അപ്പൊ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതിയിട്ട് വേണം അത് c എന്ന് കൊടുക്കാനായിട്ട്. സിഗ്മ നൊട്ടേഷനിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യാം. ഇവിടെ c2 sin n pi by L x into e raised to minus n square pi square by L square c square t. ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. കോൺസ്റ്റന്റ് നമ്മൾ n ആയിട്ട് പോലെ കൺസിഡർ ചെയ്തിട്ട് സിഗ്മ n equal to 0 to infinity ഇതിനെ പറയുന്ന പേരാണ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈയിങ് 3 ഏതാണ്? u of x0 is equal to മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? u of x0 is equal to f of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡില് t കാണുന്നത് 0 കൊടുക്കുമ്പോൾ സിഗ്മ n equal to 0 to infinity bn sin n pi by L into x into t 0 കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ f of x is equal to sigma n equal to 0 to infinity bn sin n pi by L x. ഇതൊരു ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. ഹാഫ് റേഞ്ച് സൈൻ സീരീസിന്റെ ജനറൽ ഫോം എന്താണ്? f of x is equal to sigma n equal to 1 to infinity bn sin n pi x by L, where bn is equal to 2 by L integral 0 to L f of x sin n pi x by L. ഇതാണ് ജനറൽ ഫോം ഓഫ് എ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്. ഹാഫ് റേഞ്ച് സൈൻ സീരീസുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് bn sin n pi by L x എന്നുള്ളത് ഹാഫ് റേഞ്ച് സൈൻ സീരീസിന്റെ ഫോമിലാണ്. therefore bn കണ്ടുപിടിക്കാനായിട്ട് bn is equal to 2 by L. ഇവിടെ 2 by L integral 0 to L f of x എന്താണ്? നമുക്ക് f of x എന്ന് എഴുതുന്നു. f of x sin n pi by L into x dx. 2 by L 0 to L f of x sin n pi by L x dx. ഇതാണ് bn. therefore ഈ f of x നമുക്ക് ഇവിടെ അറിയില്ല, f of x തന്നിട്ടില്ല. f of x എന്നാണ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ f of x ചേർത്തിട്ട് bn എഴുതുന്നു. f of x എന്ന ഫംഗ്ഷൻ തന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് bn ന്റെ വാല്യൂ കണ്ടെത്താമായിരുന്നു. ഇവിടെ f of x ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ bn നമ്മൾ f of x എഴുതുക. therefore നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? u of xt is equal to sigma n equal to 0 to infinity bn sin n pi by L into x e raised to minus n square pi square by L square c square t, where bn is equal to ഇതെടുത്ത് എഴുതാ. bn എന്താണ്?
Bn is equal to look at the answer 2 by L integral 0 to L f of x sin n pi by L into x dx. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഹീറ്റ് ഇക്വേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കുക. ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹീറ്റ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. ജനറൽ ഫോം എഴുതാം. ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതിനുശേഷം അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ഹീറ്റ് ഇക്വേഷൻ എഴുതാം. ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ബോത്ത് എൻഡിലും 0 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഇവിടെ. ബോത്ത് എൻഡ്സ് ആർ kept at 0 degree temperature. അപ്പോൾ u0t equal 0 degree, u of lt equal 0. രണ്ട് എൻഡിലും ടെമ്പറേച്ചർ 0 ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട് u of x0 is equal to f of x. ഇനീഷ്യൽ ടെമ്പറേച്ചർ u of x0 is equal to f of x. അപ്പൊ അതിന് 1 2 3 പേര് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ സൂട്ടബിൾ സൊല്യൂഷൻ എഴുതാം. എന്താണ് സൂട്ടബിൾ സൊല്യൂഷൻ? u of xt is equal to c1 cos px plus c2 sin px e raised to minus p square c square t. അതാണ് മോസ്റ്റ് സൂട്ടബിൾ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ u0t അപ്ലൈ ചെയ്യുക. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ u0t അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് c1ന്റെ വാല്യൂ 0 കിട്ടുന്നു. c1 0. ആ c1 0 എന്നുള്ള വാല്യൂ നമ്മൾ നമ്മുടെ മോസ്റ്റ് സൂട്ടബിൾ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1 എലിമിനേറ്റഡ് ആകുന്നു. നമുക്ക് u of x എന്ത് കിട്ടുന്നു? c2 sin px into e raised to minus p square c square t എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. u of lt അപ്ലൈ ചെയ്യുക. u of lt അപ്ലൈ ചെയ്യുമ്പോഴോ sin pl equal to 0 that is equal to sin pi p equal to n pi by l വരും. അപ്പോൾ നമ്മൾ ഈ കൺവെർട്ട് ചെയ്ത b എന്ന ഇക്വേഷനിലേക്ക് p equal to n pi by l കൊടുക്കുക. അപ്പൊ c2 n pi by l into x e raised to minus n square pi square by l square c square t കിട്ടും. അതിന്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതിയിട്ട് വേണം മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ആയിട്ട്. എന്താണ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ? u of xt is equal to sigma n equal to 0 bn sin n pi x by l e raised to minus n square pi square by l square c square t. അതാണ് അതിന്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ 3 മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? u of x0 is equal to f of x. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് f of x equal to sigma n equal to 0 to infinity bn sin n pi by l into x എന്ന് വരും. കാരണം ടിയുടെ പാർട്ട് 0 ആയി കഴിഞ്ഞാൽ അതില്ലാണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ f of x equal to sigma n equal to 0 to infinity bn sin n pi by l x എന്ന് കിട്ടും. ഇവിടെ ഇത് ഹാഫ് റേഞ്ച് സൈൻ സീരീസുമായിട്ട് ബന്ധമുള്ളതാണ്. ഹാഫ് റേഞ്ച് സൈൻ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? f of x is equal to sigma n equal to 0 to infinity bn sin n pi by l x ആണെങ്കിൽ bn കാണാനുള്ള ഫോർമുല 2 by l 0 to l f of x sin pi by l x into dx എന്നാണ്. ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ bn നമുക്ക് ഇവിടെ കിട്ടും. bn ഇവിടെ കിട്ടുന്നത് bn is equal to 2 by l 0 to l f of x sin n pi by l x into dx എന്നാണ്. Therefore നമുക്ക് u of x ഇവിടെ f of x തന്നിട്ടില്ല. ചില പ്രോബ്ലത്തിൽ f of x തന്നിട്ടുണ്ടാവും. f of x തന്നിട്ടുണ്ടെങ്കിൽ f of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ജനറൽ റൂൾ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് b ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് b ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം f of x is not given. അപ്പൊ നമ്മൾ f of x വെച്ച് bn എഴുതുന്നു. അതിനുശേഷം ഫൈനൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? u of x is equal to sigma n equal to 0 to infinity bn sin n pi by l x into e raised to minus n square pi square by l square c square t where bn is equal to 2 by l 0 to l f of x sin n pi by l x into dx. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.